ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു പ്ലസ് ലൈൻ. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 ബിസിനസ് സ്റ്റഡീസിൻ്റെ പബ്ലിക് എക്സാമിന് വേണ്ടി നിങ്ങൾ ഉറപ്പായും പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്തത് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങളുടെ +2 എക്സാമിന് വിടുന്ന എല്ലാ സബ്ജക്റ്റിൻ്റെയും ചാപ്റ്റർ വൈസ് വീഡിയോസ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, 1 മാർക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങളെ തേടി എത്തണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ ഷെയർ ചെയ്യാം. നേരെ വീഡിയോയിലേക്ക്. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്റർ നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റ്. ഈ ഒരു ചാപ്റ്റർ ഇന്ന് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ കോർഡിനേഷൻ ദ എസൻസ് ഓഫ് മാനേജ്മെന്റ്. കോർഡിനേഷൻ മാനേജ്മെന്റ് എസൻസ് ആണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ കോർഡിനേഷൻ്റെ ഇമ്പോർട്ടൻസ്, പ്രാധാന്യം എന്തെല്ലാമാണ്, കോർഡിനേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് പഠിച്ചിരിക്കണം. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് ചാപ്റ്റർ എന്നുള്ളത്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്, എക്സ്പ്ലെയിൻ ദ നേച്ചർ ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റ് നേച്ചർ എന്തെല്ലാമാണ്, അതായത് ആസ് എ സയൻസ് വരുന്നുണ്ട്, ആസ് എൻ ആർട്ട് വരുന്നുണ്ട്, ആസ് എ പ്രൊഫഷൻ ഉണ്ട്. അപ്പോൾ അതും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരിക്കേണ്ടതാണ്. ഈ 2 ക്വസ്റ്റ്യൻസിലാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ടത്. ഇത് കൂടാതെ 2 ക്വസ്റ്റ്യൻസ് കൂടെ നോക്കി വെച്ചിരിക്കുക. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, ലിസ്റ്റ് ഔട്ട് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റ് സവിശേഷതകൾ എന്തെല്ലാമാണ്, അതിന്റെ പോയിന്റ്സ് മാത്രം പഠിച്ചു വെച്ചിരിക്കുക. അതുപോലെ തന്നെ ലെവൽസ് ഓഫ് മാനേജ്മെന്റ്, മാനേജ്മെന്റ് ലെവൽസ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. ടോപ്പ് ലെവൽ, മിഡ് ലെവൽ, ലോവർ ലെവൽ. സാധാരണ ചോദിക്കുന്നത് ടോപ്പ് ലെവൽ ആരൊക്കെയാണ് ഉൾപ്പെടുന്നത്, മിഡ് ലെവൽ ആരൊക്കെയാണ് ഉൾപ്പെടുന്നത്, ലോവർ ലെവൽ ആരൊക്കെയാണ് ഉൾപ്പെടുന്നത് തുടങ്ങിയ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്തായാലും ഓരോ ലെവലിലും ആരൊക്കെ ഉൾപ്പെടുന്നു, അതുപോലെ തന്നെ അതിൻ്റെ ഫങ്ഷൻസും ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് ചാപ്റ്റർ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങളാണ് പഠിക്കേണ്ടത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഹെൻറി ഫയോഡ് 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. ഹെൻറി ഫയോഡിൻ്റെ 14 പ്രിൻസിപ്പിൾസും വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതാണ്. 8 മാർക്കിന് റിപ്പീറ്റ് ചെയ്ത് സാധാരണ എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ പ്രാധാന്യത്തോടെ ഹെൻറി ഫയോഡിൻ്റെ 14 പ്രിൻസിപ്പിൾസും നന്നായിട്ട് പഠിച്ചിരിക്കണം. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ വേരിയസ് ടെക്നിക്സ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്. സയന്റിഫിക് മാനേജ്മെന്റ് വേരിയസ് ടെക്നിക്സ് ഏതൊക്കെയാണെന്ന് പഠിച്ചിരിക്കണം. അതായത് നമ്മുടെ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്, മെത്തേഡ് സ്റ്റഡി, മോഷൻ സ്റ്റഡി, ഫാറ്റിക് സ്റ്റഡി തുടങ്ങിയ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ എന്താണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്, ഇതിൻ്റെ ഡയഗ്രാം ഉൾപ്പെടെ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ടെക്നിക്സ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് നന്നായിട്ട് പഠിച്ചിരിക്കണം. എസ്പെഷ്യലി ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് അത് വരച്ച് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നന്നായിട്ട് പഠിച്ചിരിക്കേണ്ടതാണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇത് കൂടാതെ ഒരു ക്വസ്റ്റ്യൻ കൂടെ നിങ്ങൾ ജസ്റ്റ് നോക്കി വെച്ചിരിക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്, എക്സ്പ്ലെയിൻ FW ടൈലേഴ്സ് പ്രിൻസിപ്പിൾസ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്. FW ടൈലറിൻ്റെ സയന്റിഫിക് പ്രിൻസിപ്പിൾസും നോക്കി വെച്ചിരിക്കേണ്ടതാണ്. അതായത് സയൻസ് നോട്ട് റൂൾ ഓഫ് തമ്പ്, ഹാർമണി നോട്ട് ഡിസ്കാർഡ്, കോഓപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം, ഡെവലപ്മെന്റ് ഓഫ് ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ടു ഹിസ് ഓർ ഹെർ എഫിഷ്യൻസി ആൻഡ് പ്രോസ്പെരിറ്റി തുടങ്ങിയ പ്രിൻസിപ്പിൾസും വരുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് തേർഡ് ചാപ്റ്റർ ബിസിനസ് എൻവയോൺമെന്റ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ്. ബിസിനസ് എൻവയോൺമെന്റിന്റെ ഡയമെൻഷൻസ് എന്തെല്ലാമാണ്, അതായത് സോഷ്യൽ, ലീഗൽ, എക്കണോമിക്കൽ, പൊളിറ്റിക്കൽ, ടെക്നോളജിക്കൽ തുടങ്ങിയ കാര്യങ്ങളാണ്. വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചിരിക്കണം. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ പടം വരച്ച് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് പഠിച്ചിരിക്കണം. പ്രീവിയസ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ്. ബിസിനസ് എൻവയോൺമെന്റിന്റെ പ്രാധാന്യം എന്തെല്ലാമാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരിക്കണം. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഈ 2 ക്വസ്റ്റ്യൻ കൂടാതെ ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കി വെച്ചിരിക്കുക. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ്. ബിസിനസ് എൻവയോൺമെന്റിന്റെ സവിശേഷതകൾ, ഫീച്ചേഴ്സ് എന്തെല്ലാമാണെന്ന് നോക്കി വെച്ചിരിക്കുക. ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, നെക്സ്റ്റ് ഫോർത്ത് ചാപ്റ്റർ പ്ലാനിംഗ്. പ്ലാനിങ്ങിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ടത് 2 ചോദ്യങ്ങളാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്സ് ഓർ പ്രോസസ് ഓഫ് പ്ലാനിങ്. പ്ലാനിങ്ങിൻ്റെ സ്റ്റെപ്സ് അല്ലെങ്കിൽ പ്രോസസ്സ് എന്തെല്ലാമാണെന്നും വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ ഉൾപ്പെടെ പഠിക്കണം. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് പ്ലാനിങ്. പ്ലാനിങ്ങിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് പഠിച്ചിരിക്കണം. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ അഡീഷണൽ ആയിട്ട് നോക്കേണ്ട ക്വസ്റ്റ്യൻ ഇതൊക്കെയാണ്. ലിസ്റ്റ് ഔട്ട് ദ ഇമ്പോർട്ടൻസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ്. പ്ലാനിങ്ങിൻ്റെ പ്രാധാന്യം എന്തെല്ലാമാണ്, അതുപോലെ പ്ലാനിങ്ങിൻ്റെ ലിമിറ്റേഷൻസ്, പോരായ്മകൾ എന്തെല്ലാമാണെന്ന് അതിൻ്റെ പോയിന്റ്സ് മാത്രം പഠിച്ചു വെച്ചിരിക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാൻ. വിവിധ തരത്തിലുള്ള പ്ലാനുകൾ ഏതൊക്കെയാണെന്നും അറിഞ്ഞിരിക്കണം. അതായത് സിംഗിൾ യൂസ് പ്ലാൻ, സ്റ്റാൻഡിംഗ് പ്ലാൻ തുടങ്ങിയ കാര്യങ്ങളാണ്. അപ്പോൾ സിംഗിൾ യൂസ് പ്ലാൻ എന്താണ്, സ്റ്റാൻഡിംഗ് പ്ലാൻ എന്തെല്ലാമാണ്, സിംഗിൾ യൂസ് പ്ലാനിൽ അത് എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്, സ്റ്റാൻഡിംഗ് പ്ലാനിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കുക. നെക്സ്റ്റ് ഫിഫ്ത്ത് ചാപ്റ്റർ ഓർഗനൈസിംഗ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആൻഡ് ടൈപ്സ്. എന്താണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ, അതുപോലെ ഓർഗനൈസേഷൻ സ്ട്രക്ചറിൻ്റെ ടൈപ്സ് ഏതൊക്കെയാണ്. അതായത് ഫങ്ഷണൽ സ്ട്രക്ചർ വരുന്നുണ്ട്, ഡിവിഷണൽ സ്ട്രക്ചർ വരുന്നുണ്ട്. അപ്പോൾ ഫങ്ഷണൽ സ്ട്രക്ചറിൻ്റെയും ഡിവിഷണൽ സ്ട്രക്ചറിൻ്റെയും ചാർട്ട് ഉൾപ്പെടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതാണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ,
ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ, ഇറ്റ്സ് അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ്. എന്താണ് ഫോർമൽ ഓർഗനൈസേഷൻ, എന്താണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ? ഫോർമൽ ഓർഗനൈസേഷനും ഇൻഫോർമൽ ഓർഗനൈസേഷനും തമ്മിലുള്ള വ്യത്യാസം എന്തെല്ലാമാണ്, അതുപോലെ തന്നെ ഇതിൻ്റെ രണ്ടിൻ്റെയും അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും പഠിച്ചിരിക്കേണ്ടതാണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻ കൂടാതെ അഡീഷണൽ ആയിട്ട് നിങ്ങൾ രണ്ട് ക്വസ്റ്റ്യൻ കൂടെ നോക്കി വെച്ചിരിക്കണം. ക്വസ്റ്റ്യൻ ഇതാണ്: എക്സ്പ്ലെയിൻ ഡെലിഗേഷൻ ആൻഡ് എലമെന്റ്സ് ഓഫ് ഡെലിഗേഷൻ. എന്താണ് ഡെലിഗേഷൻ എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ഡെലിഗേഷൻ്റെ എലമെന്റ്സ്, അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടബിലിറ്റി തുടങ്ങിയ കാര്യങ്ങളാണ്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ലിസ്റ്റ് ഔട്ട് ദ സ്റ്റെപ്സ് ഓർ പ്രോസസ് ഓഫ് ഓർഗനൈസിങ്. ഓർഗനൈസിങ്ങിൻ്റെ സ്റ്റെപ്സ് അല്ലെങ്കിൽ പ്രോസസ്സ് എന്തെല്ലാമാണെന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കി വെച്ചിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് 6th ചാപ്റ്റർ സ്റ്റാഫിംഗ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രധാനപ്പെട്ട 3 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്സ് ഓർ പ്രോസസ് ഓഫ് സ്റ്റാഫിംഗ്. സ്റ്റാഫിങ്ങിൻ്റെ സ്റ്റെപ്സ് അല്ലെങ്കിൽ പ്രോസസ്സ് എന്തെല്ലാമാണെന്നും ഡീറ്റെയിൽ ആയിട്ടും പഠിച്ചിരിക്കേണ്ടതാണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ: എക്സ്പ്ലെയിൻ ദ വേരിയസ് സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്. റിക്രൂട്ട്മെൻറ്റ് വിവിധ മാർഗ്ഗങ്ങൾ എന്തെല്ലാമാണ്, വിവിധ സോഴ്സുകൾ എന്തെല്ലാമാണെന്ന് പഠിച്ചിരിക്കണം. അതായത് ഇന്റേണൽ സോഴ്സും വരുന്നുണ്ട്, എക്സ്റ്റേണൽ സോഴ്സും വരുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരിക്കേണ്ടതാണ്. 8 മാർക്കിന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ: എക്സ്പ്ലെയിൻ ദ വേരിയസ് മെത്തേഡ്സ് ഓഫ് ട്രെയിനിങ്. ട്രെയിനിങ്ങിൻ്റെ വിവിധ മാർഗ്ഗങ്ങൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം. അതായത് ഓൺ ദ ജോബ് മെത്തേഡും വരുന്നുണ്ട്, ഓഫ് ദ ജോബ് മെത്തേഡും വരുന്നുണ്ട്. ഇതും 8 മാർക്കിന് ചോദിച്ചുള്ള ചോദ്യമാണ്. ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഈ 3 ക്വസ്റ്റ്യൻസ് കൂടാതെ അഡീഷണൽ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടെ നിങ്ങൾ നോക്കി വെച്ചിരിക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്: എക്സ്പ്ലെയിൻ സെലക്ഷൻ പ്രോസസ് ഓർ സ്റ്റെപ്സ്. സെലക്ഷൻ്റെ പ്രോസസ്സ് എന്തെല്ലാമാണ്, അതുപോലെ തന്നെ സെലക്ഷൻ്റെ സ്റ്റെപ്പുകൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള ടെസ്റ്റ്, സെലക്ഷൻ ടെസ്റ്റുകൾ എന്തെല്ലാമാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് 7th ചാപ്റ്റർ ഡയറക്റ്റിംഗ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 4 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: എക്സ്പ്ലെയിൻ മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി ഓഫ് മോട്ടിവേഷൻ. എന്താണ് മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി ഓഫ് മോട്ടിവേഷൻ എന്നും അതുപോലെ തന്നെ അതിൻ്റെ ചാർട്ട് വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിച്ചിരിക്കണം. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ: എക്സ്പ്ലെയിൻ ബ്രീഫ്ലി ദ എലമെന്റ്സ് ഓഫ് ഡയറക്റ്റിംഗ് ഫംഗ്ഷൻ. ഡയറക്റ്റിംഗ് ഫംഗ്ഷൻ്റെ എലമെന്റ്സ് എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം. അതിൻ്റെ ഇമ്പോർട്ടൻസ്, ഫീച്ചേഴ്സും പഠിക്കേണ്ടതാണ്. അതായത് സൂപ്പർവിഷൻ, മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളാണ്. അതിൻ്റെ ഫീച്ചേഴ്സും ഇമ്പോർട്ടൻസും പഠിക്കേണ്ടതാണ്. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ: എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ്റെ പ്രോസസ്സ് എന്തെല്ലാമാണ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്റ്റെപ്സ് എന്തെല്ലാമാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരിക്കേണ്ടതാണ്. അതിൻ്റെ ചാർട്ട് വരച്ച് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിക്കണം. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്ന ബാരിയേഴ്സ്, തടസ്സങ്ങൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കേണ്ടതാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ: വാട്ട് ഡു യു മീൻ ബൈ ഇൻസെൻറ്റീവ് ആൻഡ് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻസെൻറ്റീവ്. എന്താണ് ഇൻസെൻറ്റീവ് എന്ന് മീൻ ചെയ്യുന്നത്, അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള ഇൻസെൻറ്റീവ്സ് ഏതൊക്കെയാണ്. ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ് വരുന്നുണ്ട്, നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് 8th ചാപ്റ്റർ കൺട്രോളിംഗ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് പഠിക്കാനുള്ളത്. ക്വസ്റ്റ്യൻ ഇതാണ്: എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്സ് ഓർ പ്രോസസ് ഓഫ് കൺട്രോളിംഗ്. കൺട്രോളിങ്ങിൻ്റെ സ്റ്റെപ്സ് എന്താണ് അല്ലെങ്കിൽ കൺട്രോളിങ്ങിൻ്റെ പ്രോസസ് എന്തെല്ലാമാണെന്നും ഡീറ്റെയിൽ ആയിട്ടും പഠിച്ചിരിക്കേണ്ടതാണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ ഇത് കൂടാതെ അഡീഷണൽ ആയിട്ട് 2 ക്വസ്റ്റ്യൻസ് കൂടെ നിങ്ങൾ നോക്കി വെച്ചിരിക്കണം. ക്വസ്റ്റ്യൻ ഇതാണ്: ലിസ്റ്റ് ഔട്ട് ദ ഇമ്പോർട്ടൻസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് കൺട്രോളിംഗ്. കൺട്രോളിങ്ങിൻ്റെ പ്രാധാന്യം എന്തെല്ലാമാണ്, അതുപോലെ തന്നെ കൺട്രോളിങ്ങിൻ്റെ പോരായ്മകൾ, ലിമിറ്റേഷൻസ് എന്തെല്ലാമാണെന്ന് ജസ്റ്റ് നോക്കി വെച്ചിരിക്കണം. അതിൻ്റെ പോയിന്റ്സ് മാത്രം നോക്കി വെച്ചിരിക്കുക. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കിയിരിക്കണം: എക്സ്പ്ലെയിൻ ബ്രീഫ്ലി ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്ലാനിങ് ആൻഡ് കൺട്രോളിംഗ്. പ്ലാനിങ്ങും കൺട്രോളിംഗും തമ്മിലുള്ള റിലേഷൻ എന്തൊക്കെയാണെന്നും ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കേണ്ടതാണ്. ഓക്കെ, നെക്സ്റ്റ് 9th ചാപ്റ്റർ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ചോയ്സ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ ചോയ്സിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ഘടകങ്ങൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, നന്നായിട്ട് പഠിച്ചിരിക്കേണ്ടതാണ്. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ: എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ റിക്വയർമെന്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ, ഫിക്സഡ് ക്യാപിറ്റൽ ആൻഡ് ഡിവിഡൻഡ് ഡിസിഷൻ. ഫിക്സഡ് ക്യാപിറ്റലിനെയും വർക്കിംഗ് ക്യാപിറ്റലിനെയും അതുപോലെ തന്നെ ഡിവിഡൻഡ് ഡിസിഷനെയും അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം. ഇത് മാറിയും തിരിഞ്ഞൊക്കെ ചോദിക്കാറുള്ള ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം പഠിച്ചിരിക്കേണ്ടതാണ്. വർക്കിംഗ് ക്യാപിറ്റലിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സും ഫിക്സഡ് ക്യാപിറ്റലിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സും അതുപോലെ ഡിവിഡൻഡ് ഡിസിഷൻ്റെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരിക്കേണ്ടതാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് 10th ചാപ്റ്റർ ഫിനാൻഷ്യൽ മാർക്കറ്റ്. ഈ ഒരു ചാപ്റ്റർ ഡിലീറ്റഡ് ആണ്, അതുകൊണ്ട് തന്നെ ഇത് പഠിക്കേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, നെക്സ്റ്റ് 11th ചാപ്റ്റർ മാർക്കറ്റിംഗ്. ഈ ഒരു ചാപ്റ്ററിൽ ഇന്ന് പ്രധാനപ്പെട്ട 4 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: എക്സ്പ്ലെയിൻ മാർക്കറ്റിംഗ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ്. എന്താണ് മാർക്കറ്റിംഗ് എന്ന് പഠിക്കണം. അതുപോലെ തന്നെ മാർക്കറ്റിംഗിൻ്റെ ഫങ്ഷൻസ്, ധർമ്മങ്ങൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കേണ്ടതാണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ: എക്സ്പ്ലെയിൻ മാർക്കറ്റിംഗ് മിക്സ്. മാർക്കറ്റിംഗ് മിക്സ് എന്താണെന്ന് പഠിച്ചിരിക്കണം. അതായത് 4 പീസ് ഓഫ് മാർക്കറ്റിംഗ്: പ്രൈസ്, പ്ലേസ്, പ്രോഡക്റ്റ്, പ്രൊമോഷൻ തുടങ്ങിയ കാര്യങ്ങളാണ്. ഡീറ്റെയിൽ ആയിട്ടും പഠിച്ചിരിക്കേണ്ടതാണ്. ഷുവർ ക്വസ്റ്റ്യൻ ആണ്, എല്ലാ വർഷവും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ:
എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ പ്രൈസിങ് ഓഫ് എ പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റിൻ്റെ വില നിശ്ചയിക്കുന്നതിൽ അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തെല്ലാമാണെന്ന് പഠിച്ചിരിക്കണം. 8 മാർക്കിന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ സെയിൽസ് പ്രൊമോഷൻ മെറിറ്റ്സ് ലിമിറ്റേഷൻസ് ആൻഡ് കോമൺലി യൂസ്ഡ് സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ്. എന്താണ് സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്നത്, അതുപോലെ തന്നെ സെയിൽസ് പ്രൊമോഷൻ്റെ മെറിറ്റ്സ് മേന്മകൾ എന്തെല്ലാമാണ്, സെയിൽസ് പ്രൊമോഷൻ്റെ പോരായ്മകൾ ലിമിറ്റേഷൻസ് എന്തെല്ലാമാണ്, അതുപോലെ തന്നെ കോമൺലി ആയിട്ടുള്ള സാധാരണയായിട്ടുള്ള സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കേണ്ടതാണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇത് കൂടാതെ നിങ്ങൾ അഡീഷണൽ ആയിട്ട് പഠിച്ചിരിക്കേണ്ട ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ അഡ്വർടൈസിംഗ് ആൻഡ് പേഴ്സണൽ സെല്ലിംഗ്. അഡ്വർടൈസിംഗും പേഴ്സണൽ സെല്ലിംഗും തമ്മിലുള്ള വ്യത്യാസം എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ അഡ്വർടൈസിംഗിൻ്റെ മെറിറ്റ്സ് എന്താണ്, അതുപോലെ അഡ്വർടൈസിംഗിൻ്റെ ലിമിറ്റേഷൻസ് എന്തെല്ലാമെന്ന് പഠിച്ചിരിക്കണം. പേഴ്സണൽ സെല്ലിംഗിൻ്റെ മെറിറ്റ്സ് എന്താണ്, അതുപോലെ തന്നെ പേഴ്സണൽ സെല്ലിംഗിൻ്റെ ഇമ്പോർട്ടൻസ് എന്തെല്ലാമാണെന്നും നോക്കി വെച്ചിരിക്കുക. നെക്സ്റ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ മാർക്കറ്റിംഗ് ആൻഡ് സെല്ലിംഗ്. മാർക്കറ്റിംഗും സെല്ലിംഗും തമ്മിലുള്ള വ്യത്യാസവും നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കുക. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ലിസ്റ്റ് ഔട്ട് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് ബ്രാൻഡ് നെയിം. ഒരു നല്ല ബ്രാൻഡിന് ആവശ്യമായിട്ടുള്ള സവിശേഷതകൾ എന്തെല്ലാമാണെന്നും നോക്കി വെച്ചിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് 12th ചാപ്റ്റർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ. ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആൻഡ് റൈറ്റ്സ് ഓഫ് എ കൺസ്യൂമർ. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ്റെ പ്രാധാന്യം എന്തെല്ലാമാണ്, അതുപോലെ തന്നെ ഒരു കൺസ്യൂമറിൻ്റെ അവകാശങ്ങൾ എന്തെല്ലാമാണെന്ന് പഠിച്ചിരിക്കണം. അതുപോലെ ഒരു ക്വസ്റ്റ്യൻ നോക്കി വെച്ചിരിക്കണം. എക്സ്പ്ലെയിൻ ബ്രീഫ്ലി റിഡ്രസൽ ഏജൻസീസ് അണ്ടർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം കൺസ്യൂമറിൻ്റെ പരാതികൾ പരിഹരിക്കപ്പെടുന്നത് എവിടെയൊക്കെയാണ്, അതൊന്ന് ജസ്റ്റ് നോക്കി വെച്ചിരിക്കണം. അതായത് നമുക്ക് നാഷണൽ കമ്മീഷൻ വരുന്നുണ്ട്, സ്റ്റേറ്റ് കമ്മീഷൻ വരുന്നുണ്ട്, ഡിസ്ട്രിക്ട് ഫോറം വരുന്നുണ്ട്, അത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കുക. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് +2 ബിസിനസ് സ്റ്റഡീസിൻ്റെ പബ്ലിക് എക്സാമിന് വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഇതിൻ്റെ നോട്ട്സ് ഇല്ലാത്തവർ ചുവടെ ഡിസ്ക്രിപ്ഷനിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെയും ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെയും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്ത് അവിടെ നോട്ട്സ് കളക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്തിരിക്കണം. അപ്പം പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ വിവേക് ജെൻ സൈനിങ് ഔട്ട്. ഓക്കെ, താങ്ക് യു.